ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ കഥയാണ് കേട്ടോ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സിന്ദൂരപ്പൊട്ടെന്നാണ് നമ്മുടെ ഇന്ന് കഥയുടെ പേര്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അടിപൊളി റിവ്യൂയിലേക്ക് കടന്നാലോ അല്ലേ. ആദ്യം കാണിക്കുന്നത് തന്നെ ഒരു കല്യാണ സീനാണ്. അപ്പോൾ കല്യാണ മണ്ഡപമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെറുക്കൻ വന്ന് മണ്ഡപത്തിൽ ഇരിക്കുന്നുമുണ്ട്. അതിനുശേഷം ഇപ്പം ഇനി പെണ്ണിനെ വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നായികയെ വിളിക്കുകയാണ്. ഇന്ദു എന്നാണ് നായികയുടെ പേര്. അങ്ങനെ ഇന്ദു നല്ല സന്തോഷത്തോടു കൂടി തന്നെ വന്ന് ആ മണ്ഡപത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കല്യാണത്തിൻ്റെ ആ ഒരുക്കങ്ങളും അടിപൊളിയായിട്ട് തന്നെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ആ സമയത്താണ് ഇടംകൊല്ലിയായിട്ട് ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചെറുക്കൻ്റെ അമ്മ ഓടി വന്നിട്ട് പറയണാണ്, കല്യാണം നടക്കാൻ വരട്ടെ എന്നിങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ഈ സ്ത്രീ പറയുന്നത് എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ ഈ സ്ത്രീയോടെ പറയാണ് കല്യാണം നടക്കൂല. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ വന്നിട്ട്, നിങ്ങളെന്തൊക്കെയാ പറയുന്നത്, കല്യാണം നടക്കൂലെന്നോ? അതെന്തുകൊണ്ടാണ് കല്യാണം നടക്കൂലെന്നൊക്കെ പറയുന്നത്? അതെ, നിങ്ങൾ 15 പവൻ സ്വർണം തരാം എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതുവരെ ആ സ്വർണം എത്തിയിട്ടില്ല. ആ സ്വർണം ഞങ്ങളുടെ കയ്യിൽ എത്താത്തടത്തോളം കാലം പിന്നെ എങ്ങനെയാണോ കല്യാണം നടത്തുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളാകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അയ്യോ മാഡം, പറയണമെന്നൊന്ന് കേൾക്കണം. നിങ്ങൾ ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുത്. കാരണം ആ സ്വർണം കളഞ്ഞുപോയി. അത് ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഞാനത് ഒപ്പിച്ചുകൊണ്ട് തന്നോളാം. പക്ഷേ ഈ കല്യാണം മുടങ്ങി പോകരുത്. ദയവ് ചെയ്ത് ഈ കല്യാണം മുടക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്നൊക്കെ ഇങ്ങനെ കാല് പിടിച്ച രീതിയിൽ ഈ കാർന്നവർ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ചെറുക്കൻ്റെ അമ്മയാണെങ്കിലും ഒന്നും സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും ശരി, ഈ സ്വർണം കിട്ടാതെ ഈ കല്യാണം നടക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞ സ്വർണം കൊണ്ടുവാ. എന്നെ പറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? നടക്കില്ല. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എന്നെ പറ്റിക്കാനായിട്ടേ ഇവിടെ ആർക്കും കഴിയില്ല. നിങ്ങൾ പറഞ്ഞ സ്വർണം ആദ്യം കൊണ്ടുവാ, അതിനുശേഷമാകും ഒരു മാസത്തെ ടൈം എനിക്ക് തന്നൂടെ മേഡം. ദേ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈ കാൽക്കലേക്ക് വീഴുകയാണ് ഈ കാർന്നവര്. പക്ഷേ ഇതെല്ലാം കണ്ട നായികയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുക. തൻ്റെ അച്ഛൻ മറ്റുള്ളവരെ കാല് പിടിക്കേണ്ട ഗതി വന്നല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചാൽ ഇന്ത് വളരെയേറെ സങ്കടപ്പെടുന്നത്. എന്നിട്ടും ഈ തള്ളയാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല. നിങ്ങൾ എണീറ്റുണ്ടേ, എനിക്ക് നിങ്ങളുടെ കാല് പിടുത്തതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കല്യാണം നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. എടാ മോനെ എണീക്കടാ, ആ മാല ഊരി വെച്ചിട്ട് വാടാ, നമുക്ക് നമ്മുടെ പാട്ടിന് പോകാം. സ്വർണം കിട്ടാതെ ഈ കല്യാണം നടക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇന്ദു ആണെങ്കിൽ ഈ ചെറുക്കനൊന്ന് നോക്കുക. അപ്പോൾ ചെറുക്കനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചെറുക്കൻ്റെ മുഖത്തൊരു കൂസലും ഇല്ല. കാരണം അമ്മ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ഒരു ചെറുക്കനാണ് ഈ അഖില്. അങ്ങനെ ഈ ചെറുക്കൻ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് എണീക്കുക. അപ്പോൾ പെണ്ണും എണീക്കുകയാണ്. എടാ മോനെ അഖിലേ, നീ ഇനി ഒന്നും നോക്കണ്ട, ആ മാല അങ്ങോട്ട് ഊരി അവിടെ വെച്ചിട്ടേ ഇങ്ങോട്ട് പോര്. അങ്ങനെ അഖിലാണെങ്കിൽ മാല അവിടെ ഊരി വെച്ചിട്ട് നേരെ മണ്ഡപത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നായികയുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര സങ്കടം. ദയവ് ചെയ്ത് എൻ്റെ മോൾക്കൊരു നല്ലൊരു ജീവിതം ഉള്ളതാണ്, ആ ജീവിതം നിങ്ങളായിട്ട് താറുമാറാക്കരുത്. ദേ നിങ്ങൾ ഈ കല്യാണം വേണ്ടെന്ന് വെക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പണം കൊണ്ടുവന്നേ, പണം കൊണ്ടുവന്നിട്ട് ആയിക്കോട്ടെ. അപ്പോൾ അവിടെ കല്യാണ മണ്ഡപത്തിൽ വന്ന വേറൊരു കാർന്നവരാണെങ്കിൽ ഇവരോട് സംസാരിക്കുകയാണ്. ദേ നിങ്ങളോട് പറഞ്ഞല്ലേ ഒരു മാസത്തിനുള്ളിൽ ദേ എല്ലാ സ്വർണവും തന്നേക്കാ എന്ന്. പിന്നെ എന്തിനാണെന്നേ ഈ കല്യാണം മുടക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതമല്ലേ, അതങ്ങോട്ട് നടന്നു പോട്ടേന്നേ എന്നൊക്കെ ഇനി സംസാരിച്ചപ്പോഴേക്കും, ആണോ നിങ്ങൾക്ക് അത്രയ്ക്ക് തെണ്ണുവാണോ? എങ്കിലൊരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് അത്രയ്ക്ക് തെണ്ണുവാണെങ്കിൽ നിങ്ങൾ ഇവർ തരാനുള്ള 15 പവൻ ഇങ്ങോട്ട് താ. അതിനുശേഷം ഈ കല്യാണം നടത്താം. വന്നിരിക്കുന്നു വക്കാലത്ത് പറയാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ കാർന്നവരുടെ വായ അടപ്പിക്കുകയാണ് ഈ തള്ള. അപ്പോൾ കാർന്നവരുടെ ഭാര്യയാണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വെറുതെ ഇടങ്കോലിടാൻ നിൽക്കണ്ട, പിന്നെ നമ്മുടെ തലയിലാവും എല്ലാം. നിങ്ങളിവിടെ വന്നിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാർന്നവരെ വിളിച്ചുകൊണ്ട് പോവുക. ഏതൊക്കെ പറഞ്ഞിട്ടും കല്യാണം നടക്കൂല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുക. അങ്ങനെ ഇവർ പോകാൻ പോകുന്ന ആ സമയത്താണ് ദാ വരുന്നു നമ്മുടെ നായകൻ ഒരു ഓട്ടോറിക്ഷക്കാരനാ. അപ്പം നായകൻ ഇങ്ങനെ ഓടി വരികയാണ്. ഹലോ സാർ എന്നും വിളിച്ചുകൊണ്ടാണ് നായകൻ ഓടി വരുന്നത്. അപ്പോൾ സാർ ഇങ്ങോട്ട് വന്നേ സാർ, ഇതല്ലേ സാറിൻ്റെ കാണാതെ പോയ സ്വർണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും, നിങ്ങളാണല്ലേ ആ ഓട്ടോക്കാരൻ? അതെ, ഞാൻ തന്നെയാണ് ആ ഓട്ടോക്കാരൻ. എൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഈ സ്വർണം മുഴുവനും നിങ്ങൾ മറന്നു വെച്ചിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ ഓട്ടോറിക്ഷയിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. മകളുടെ കല്യാണമാണ്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇറങ്ങിപ്പോയപ്പോഴേക്കും നിങ്ങൾ ഈ സ്വർണം എടുക്കാൻ മറന്നുപോയി. സ്വർണം കണ്ടപ്പോഴാണ് നിങ്ങളുടെ കാര്യം ഞാൻ ആലോചിച്ചത്. അതുകൊണ്ടാണ് മണ്ഡപം തേടി പിടിച്ച് ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്.
ഏതായാലും നോക്കിക്കണ്ടേ, ഒരു തരി സ്വർണം പോലെ ഇതിൽ നിന്ന് മിസ്സായിട്ടില്ല, എല്ലാ സ്വർണ്ണങ്ങളും ഉണ്ട്, നോക്കിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ നായികയുടെ അച്ഛന് ഭയങ്കര സന്തോഷം തോന്നുക. നായികയുടെ അച്ഛൻ ആ ഒരു സ്വർണ്ണ പെട്ടിയൊക്കെ ഇങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിൽ ഫുള്ള് സ്വർണ്ണം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നായികയുടെ അച്ഛന് ഭയങ്കര സന്തോഷം. മോനെ, നീ ദൈവത്തിൻ്റെ പുത്രനാ. കാരണം ഞാൻ ഒരുപാട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചായിരുന്നു, ദൈവം എൻ്റെ മോളുടെ കല്യാണം മുടങ്ങിപ്പോകേണ്ടതാണ്, ദൈവമായിട്ടാ നിന്നെ ഇവിടെ എത്തിച്ചത്, ഈ സ്വർണം എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇപ്പം കണ്ടില്ലേ, എൻ്റെ മോളുടെ കല്യാണം മുടങ്ങി അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ, ഓ അങ്ങനെയാണോ ചേട്ടാ, പക്ഷേ അത് വളരെ മോശമായിപ്പോയല്ലോ, സ്വർണത്തിന് വേണ്ടി കല്യാണമൊക്കെ മുടക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ നായകൻ. എന്തായാലും മോനെ, നീ സ്വർണം കൊണ്ടുവന്നല്ലോ, ശരി ചേട്ടാ, ചേട്ടൻ പോയി ആ കല്യാണം കൊണ്ട് നടത്താനായിട്ട് നോക്ക്, ചേട്ടൻ്റെ മോളുടെ കല്യാണമല്ലേ ഏറ്റവും വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ കാർന്നവർ നേരെ ഈ സിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ പറഞ്ഞ 15 പവനും ഇതിൽ കറക്റ്റായിട്ടുണ്ട്, ഒരു തരി സ്വർണം പോലെ ഇതിൽ നിന്നും പോയിട്ടില്ല, നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇനിയെങ്കിലും കല്യാണം നടത്താമല്ലോ അല്ലേ, എൻ്റെ മോളുടെ കല്യാണം മുടങ്ങി പോവില്ലല്ലോ, ഇനിയെങ്കിലും നിങ്ങൾ ഈ കല്യാണം നടത്താമല്ലോ അല്ലേ എന്നും പറയുക. അപ്പോൾ ഈ അഖിലിൻ്റെ അച്ഛനാണെങ്കിൽ അതിനെന്താ കുഴപ്പം, നടത്താമല്ലോ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഓട്ടോറിക്ഷയിൽ ഈ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് മറക്കുന്നത് ഒരു സ്വാഭാവികമായ കാരണമാണ്. പിന്നെ അതൊന്നും മനസ്സിലാക്കേണ്ടത് ഞങ്ങളായിരുന്നു, മനസ്സിലാക്കിയില്ല, നിങ്ങൾ വെറുതെ കുറ്റപ്പെടുത്തി, ശരി സാരമില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നായികയ്ക്കൊരു പുച്ഛം. നായികയ്ക്ക് ഇവരുടെ ശരിക്കും മനസ്സിലിരിപ്പം മനസ്സിലായി. അപ്പം പറയാ ഏതായാലും കല്യാണം നടത്താമല്ലോ, പിന്നെന്താ ഇപ്പം തന്നെ കല്യാണം നടത്താം. എടാ അഖില, നീ ഇവിടെ തന്നെ നിൽക്കുകയാണ്, എടാ ചെല്ലടാ, മണ്ഡപത്തിലേക്ക് ചെല്ല്, എന്നിട്ട് കല്യാണം കഴിക്കാനായിട്ട് നോക്ക്, അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ. അങ്ങനെ അമ്മ പറയേണ്ട താമസം തന്നെ ഈ ചെറുക്ക നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറി ചെന്നിട്ട് ഭയങ്കര ഗംഭീരത്തോട് നിൽക്കുക. ഇങ്ങനെ രണ്ടുപേരും ഇരുന്നോ, നമുക്ക് കല്യാണം നടത്തിയേ കളഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ പെണ്ണിൻ ചെറുക്കൻ അവിടെ ഇരിക്കുക. പെണ്ണിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്. അങ്ങനെ പൂജാരി പറയുകയാണ്, ഇനി താലി കെട്ട് നടന്നോട്ടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ താലി കെട്ടാൻ പോകുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ നായിക ഈ അഖിലിൻ്റെ കൈ കയറി ഒറ്റ പിടുത്തമാണ്. അപ്പം എല്ലാവരും അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കാം. നിങ്ങളെന്താ വിചാരിച്ചത്, ഈ കല്യാണം നടക്കുമെന്നോ? നടക്കില്ല ഈ കല്യാണം എന്ന് നായിക ഉറപ്പിച്ച് തന്നെ പറയാം. കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ട്. അപ്പോഴേക്കും നായയുടെ അച്ഛനാണെങ്കിലും, മോളെ നീ എന്തൊക്കെയാ മോളെ പറയുന്നത്, ഈ കല്യാണം നടക്കില്ലെന്നോ? ഞാനൊരു കണക്കിന് ഇവരെയൊക്കെ കാലും കൈയൊക്കെ പിടിച്ചിട്ട് ഈ കല്യാണം നടത്താനായിട്ട് ഒരുങ്ങുന്നത്, അതിൻ്റെ ഇടയ്ക്ക് നീ നടക്കില്ലെന്നൊക്കെ പറയുന്നത് എന്തിനാ മോളെ? എൻ്റെ പൊന്നച്ഛ, അച്ഛൻ എന്തിനാണ് ഇവരുടെയൊക്കെ കാല് പിടിക്കാനായിട്ട് പോകുന്നത്? ഇവരുടെ സ്വഭാവം മനസ്സിലായില്ലേ? പിന്നെ ദേ എന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ സ്വഭാവവും മനസ്സിലായില്ലേ? അമ്മ അഖിലേ എന്ന് വിളിച്ചപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി മണ്ഡപത്തിൽ നിന്ന്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഞാൻ എങ്ങനെ സുരക്ഷിതമായിട്ട് കഴിയും? ഇവർക്ക് സ്വർണത്തിനോടാണ് താല്പര്യം, അല്ലാതെ മരുമകളോടല്ല. അതുകൊണ്ട് അച്ഛാ, എനിക്ക് ഇവരുടെ വീട്ടിൽ പോയി ജീവിതം സുരക്ഷിതമാകില്ല അച്ഛാ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. മോളെ, നീ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയരുത്, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ, എന്നിട്ട് കല്യാണം നടക്കട്ടെ. ഇല്ല അച്ഛാ, അച്ഛനൊന്ന് ചുമ്മാതിരി, ഇവരൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ ആളല്ല, ഇവരെ പോലൊരു കേടുകെട്ട കുടുംബത്തിലും ഒരു 4 കുടുംബത്തിലൊന്നും ഞാൻ പോകില്ല അച്ഛാ എന്നിങ്ങനെ പറയുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ കലിയും വരികയാണ്. നീ എന്താണ് പറഞ്ഞത്, ഞങ്ങൾ കുടുംബത്തിലേക്ക് വരലെന്നാ? അതെ, വരില്ല, അതിന് കാരണമുണ്ട്. എന്താണ് കാരണം? അതായത് നിങ്ങളെപ്പോലൊരു 3rd ക്ലാസ് ഫാമിലിയിലേക്ക് ഞാൻ വരാനോ, എന്നിട്ട് എൻ്റെ ജീവിതം അവിടെ മാറി മറിയാനോ? ഒരിക്കലും നടക്കാത്ത കാര്യമോ? പിന്നെ എന്നെ കെട്ടാൻ പോയ ഈ ചെറുക്കൻ, ഇവനെ അമ്മയുടെ വെറും വാലാട്ടിയാണ്. കണ്ടില്ലേ, അമ്മ പറഞ്ഞപ്പോൾ തന്നെ അതേ ഇറങ്ങിപ്പോയത്. പക്ഷേ ഇയാളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അമ്മേ കല്യാണം നടക്കാനായിട്ട് ഒരുങ്ങല്ലമ്മേ, ആ സമയത്ത് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എങ്ങനെയാണമ്മേ? ഞാൻ ഇവളുടെ കഴുത്തിൽ തന്നെ താലി കെട്ടിക്കോളാം, എനിക്ക് ഇവള് തന്നെ മതി, പൊന്നല്ല വേണ്ടത്, ഇവളാണ് വേണ്ടത് എന്നൊരു വാക്ക് ഇയാൾ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിച്ചു തന്നെയായിരുന്നു, എനിക്ക് വേറെ ആരും വേണ്ട, ഇയാൾ തന്നെ മതിയെന്ന്. പക്ഷേ ഈ പെൺകോന്തൻ ഇങ്ങനെയൊന്നും സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ആകെ കലിവരാണ്. പോടോ, താൻ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭ്യാസം കാണിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ നായിക പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും മുന്നിൽ തെളിഞ്ഞു നിൽക്കുക. പക്ഷേ ആ ഓട്ടോറിക്ഷക്കാരൻ നായകനാണെങ്കിൽ സന്തോഷത്തോടെ മതിമറന്നൊരവസ്ഥയിൽ, കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നായകനെ അവിടെ പ്രതീക്ഷിച്ചത്. അങ്ങനെ നായിക മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുകയാണ്, ഏതായാലും എനിക്ക് നല്ലൊരു ചെറുക്കനെ തന്നെ കിട്ടും, നല്ല തറവാടിത്തമുള്ള നല്ല സ്വഭാവമുള്ള ഒരു ചെറുക്കനെ തന്നെ എനിക്ക് കിട്ടും,
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഖിലിൻ്റെ അച്ഛൻ, നീ എന്താ പറഞ്ഞത്? നല്ല തറവാടിത്തമുള്ള നല്ല സ്വഭാവമുള്ള ചെറുക്കനോ? കിട്ടൂലടി, നിനക്ക് അങ്ങനെ ഒരു ചെറുക്കനെ കിട്ടാനായിട്ട് പോകുന്നില്ല. നീ മൂത്ത് നരച്ച് പല്ലും പോയി അവിടെ തന്നെ ഇതേ നിൽപ്പ് നിൽക്കും. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ മൂത്ത് നരച്ച് നിന്നാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ മൂത്ത് നരച്ച് നിന്നോളാം. അതിന് നിങ്ങൾ കൂടുതൽ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. നല്ല മനസ്സിൻ്റെ ഉടമയെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാനേ പറ്റും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഖിലിൻ്റെ അച്ഛനാണെങ്കിൽ, എവിടെയാടേ ഈ ലോകത്തെ നല്ല മനസ്സുള്ള ആണുങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരാളെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എങ്കിൽ ഞാൻ പറയുന്നു, അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടും. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ അയാളെ കല്യാണം കഴിക്കുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നായിക അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുക. ഇവരൊക്കെ ചമ്മി നാറിയൊരു അവസ്ഥയിലായി പോവുകയാണ്. വീട്ടിലേക്ക് തിരിച്ചെത്തിയ നമ്മുടെ നായികയായിട്ട് പൊളിച്ചെടുക്കുകയാണ് അച്ഛൻ. നിന്നെ എത്ര കഷ്ടപ്പെട്ടാണെന്നറിയാവോ ഈ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിച്ചത്. എന്നിട്ട് നീ അതൊന്നും വേണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലേ. ആ അഖിലിൻ്റെ അച്ഛനെ നമ്മൾ വിചാരിച്ച പോലെ സാധാരണക്കാരനല്ല. മെഡിക്കലിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. അയാൾക്ക് നല്ലൊരിതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരാള് നമുക്കൊരു 15 പവൻ മതി എന്നും പറഞ്ഞുകൊണ്ടാ അയാൾ നമ്മുടെ മുന്നിലേക്ക് വന്നത്. എന്നിട്ട് അതെല്ലാം തട്ടിത്തെറിപ്പിച്ചിരുന്നേ, നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ അച്ഛൻ വഴക്ക് പറയാ. അപ്പൊ ഈ നായിക മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇല്ലച്ചാ, അവരൊന്നും നമ്മുടെ തറവാടിത്തെ കണ്ടിട്ട് വന്ന ആൾക്കാരല്ല. അയാൾക്ക് 10-40 വയസ്സായി, പെണ്ണ് കിട്ടാതെ മൂത്ത് നരച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കല്യാണം അങ്ങോട്ട് നടത്തിക്കളഞ്ഞേക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് 15 പവൻ എന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പോഴേക്കും നമ്മുടെ നായികയുടെ അച്ഛനൊരു കോള് വരികയാണ്. എന്താണോ പറയടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. അത് തന്നെ കൃഷ്ണൻകുട്ടി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോഴേക്കും നായികയാണെങ്കിലേ എല്ലാം അവസാനിച്ചല്ലൊന്ന് സമാധാനത്തോടെ ഇരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഓട്ടോറിക്ഷക്കാരനെ നേരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. നല്ല ആദരവൊക്കെ കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് തനിക്ക് ആ സ്വർണം വേണ്ടെന്ന് പറഞ്ഞത്? എടോ 15 പവൻ്റെ സ്വർണത്തിൻ്റെ വില എത്രയെന്ന് അറിയാമോ? എനിക്കറിയില്ല സാറേ. ആ 15 പവൻ്റെ സ്വർണത്തിൻ്റെ വില ഈ കണക്കിന് 10 ലക്ഷം രൂപയാണ്. ആണോ? ആയിക്കോട്ടെ സാറേ. എന്താ തനിക്ക് ആ സ്വർണം കൈക്കലാക്കണമെന്ന് തോന്നിയില്ലേ? എന്തിനാ സാറേ? മറ്റുള്ളവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വർണ്ണമാണത്. അതെന്തിനാ ഞാൻ കൈക്കലാക്കുന്നത്? അതെനിക്ക് അവകാശപ്പെട്ടതല്ല. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു മുതലും നമുക്ക് അവകാശപ്പെട്ടതല്ല. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണവും സമ്പാദ്യമൊക്കെയാണ് നമുക്ക് അവകാശപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ കൊടുത്തു, അത്രയേ ഉള്ളൂ സാർ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ നായകൻ ഓട്ടോറിക്ഷക്കാരനെ ഭയങ്കരമായിട്ടും സ്വീകരിക്കുകയാണ്. പൊന്നാടയെ കാണിച്ച് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ടി വിയിൽ ഈ പ്രോഗ്രാമെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ദു ആണെങ്കിൽ ഈ ആഭരണങ്ങളെല്ലാം ഊരി വെച്ചിട്ടിങ്ങനെ നിൽക്കുമ്പോൾ അനിയത്തി വന്നിട്ട്, ചേച്ചി ഇങ്ങോട്ട് വന്നേ ചേച്ചി, ഒരു കാര്യം കാണിച്ചു തരാം. എന്താടി ഇങ്ങോട്ട് വാ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ചേച്ചി ഇതത് നോക്കി, ആ ഓട്ടോറിക്ഷക്കാരനത് ചേച്ചിയുടെ അടുത്തേക്ക് സ്വർണം കൊണ്ട് വന്നില്ലേ, കളഞ്ഞു പോയി സ്വർണം, അതും കൊണ്ട് വന്ന ഓട്ടോറിക്ഷക്കാരനാ. ആ ഓട്ടോറിക്ഷക്കാരൻ നല്ല ആദരവാണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നായികയുടെ മനസ്സിലേക്ക് ഒരു ക്രഷ് വരികയാണ്. അപ്പം നല്ല മനസ്സുള്ള ആളും ഈ ലോകത്തൊക്കെ ഉണ്ടല്ലേ. എനിക്ക് നല്ല മനസ്സ് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായി എന്ന് ആ ടി വി നോക്കി തന്നെ നമ്മുടെ നായിക മനസ്സിലിങ്ങനെ ചിന്തിക്കുക. അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.